നല്ലൊരു വീട് മാത്രം പോരാ, വീടിന് ചുറ്റിനും കുറച്ച് സ്ഥലവും കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന വീട് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടില് പഴങ്ങനാട് എന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേര്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിഴക്കമ്പലം ചാർട്ടർ സ്കൂൾ എല്ലാവർക്കും അറിയാം. വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ, ടാർ റോഡാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയി സ്ഥിതി ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്കറിയാം, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അതിന്റെ എലിവേഷൻ കുറച്ച് മനോഹരവും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, വീട് നമുക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് വീടിന്റെ മതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കൊരു റൗണ്ട് ചെയ്ത് വരുന്ന ഒരു ഷേപ്പിലാണ് ഈ ഒരു റോഡ് ഇരിക്കുന്നത് തന്നെ. നമ്മുടെ വീട് ഭംഗിയായിട്ട് റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് വീട് വെച്ചിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനും ടെക്സ്ചർ വർക്കും ഒക്കെയാണ് മതിലിന് വരുന്നത്. വലിയൊരു മതിൽ തന്നെ നമുക്ക് കോമ്പൗണ്ടിന് ചുറ്റിനും കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. GA പൈപ്പിന്റെ വർക്കുകളും വരുന്നുണ്ട്. ഒരുപാട് പില്ലേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ എലിവേഷൻ സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിറയെ LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ടെക്സ്ചർ വർക്കുകളും ഭംഗിയുള്ള പെയിന്റിങ്സും ഡിസൈനുകളും എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പല വീടുകളും നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആ പല വീടുകൾക്കും പല എലിവേഷൻ ആയിരിക്കും. ആ എലിവേഷനുകളെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വീട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ ഒരു വീട്. എവിടെയൊക്കെയോ കണ്ടും മറന്നൊരു ഓർമ്മകൾ നമുക്ക് തോന്നുന്ന ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പങ്കുവെക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഗേറ്റ് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഒരു സൈഡിലേക്ക് നീക്കാം. ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് അതിന് വരുന്നത്. സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ കയറ്റാനായിട്ടാണ് ആ ഒരു ഗേറ്റിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് കവേർഡ് ആയിട്ടുള്ള പോർച്ചാണ്. ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. മുകളിലൊക്കെ നോക്കിയാൽ GA പൈപ്പിന്റെ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റും കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. വീടിന് ചുറ്റിനും ധാരാളം സ്പേസ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വിശാലമായൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. മതിലിനകത്ത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ്. ഇവിടെ എല്ലാം ഫ്ലോറുകൾ കോബിൾ സ്റ്റോൺസും ടൈലുകളും മാറി മാറിയാണ് വിരിച്ചിരിക്കുന്നത്. 2ഉം 3ഉം കാറുകൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നടന്ന് കയറണമെങ്കിൽ ഈ ഭാഗത്തൊരു ചെറിയ ഗേറ്റും കൂടെ വീടിന്റെ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വരുന്നത്. 6.2 സെന്റിൽ 2070 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെന്റിൽ കൂടുതൽ ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല സ്പേഷ്യസ് ആണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. ചെടികൾ നടാനോ ചെടിച്ചട്ടികൾ വളരാനോ വയ്ക്കാനൊക്കെ നിങ്ങൾക്ക് ലാവിഷ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. സിറ്റ് ഔട്ടിന്റെ വോളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു സിറ്റ് ഔട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേഷ്യസ് ആണ്. 2ഓ 3ഓ ചെയറുകൾ ഇടാം. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഷൂ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്, നോർത്ത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ. ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ചെറിയ ഹാൻഡിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റൂഫിന്റെ ഏറ്റവും മുകളിൽ നോക്കിയാൽ ഇതിന് പാരലായിട്ട്, താഴത്തെ വിൻഡോയ്ക്ക് പാരലായിട്ട് മുകളിലും നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഭംഗിയായിട്ടാണ് ഒരു ഷാൻഡിയർ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനും ആവശ്യത്തിനുള്ള വർക്കുകളും വരുന്നുണ്ട്. റൂഫിന്റെ തന്നെ നമുക്ക് ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. അവിടെയും പാനലിംഗ് വർക്കുകളും നിറയെ സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ടി വി വെക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള പാനലിംഗ് വർക്കാണ് വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡ്സും വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ പാസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാസേജ് ആണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗിന്റെ ആ ഒരു സ്പേസിനകത്തെല്ലാം സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ പോയി കഴിയുമ്പോൾ അവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ആദ്യം വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 15 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം ആവശ്യത്തിന് വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ വരുന്നത്. ചില ഭാഗങ്ങളിൽ പാനലിംഗ് വർക്കുകളും ചിലയിടത്ത് LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു ഷേപ്പിലാണ് മിറർ വരുന്നത്. താഴെ നമുക്ക് ഡ്രോസ് വരുന്നുണ്ട്. സൈഡിൽ നിറയെ ഓപ്പൺ ഷെൽഫുകളും ഇതിനിടയിലെല്ലാം തന്നെ LED ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കളറും ഒക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെറിയിലും ജാഗുവാറിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാസേജിലൂടെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ്. നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് മിറർ വരുന്നുണ്ട്. ജെറേഡയാണ് വാഷ് ബേസിൻ വരുന്നത്. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള ഭാഗത്തും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ വരുന്ന സ്പേസിനകത്തും നിറയെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ഒരു കേജിനകത്താണ്. ഭംഗിയുള്ള ഡിസൈനുകളാണ് ഇവിടെ എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ അവിടെ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13 അടി നീളവും 11 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസും ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് വാർഡ്രോബുകളും അതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഭംഗിയുള്ള കളറിലാണ് ഇവിടെയായിട്ടൊരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലെ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. രണ്ടാമത്തെ ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ്. ഇവിടെയും നമുക്ക് ജെറയും ജാഗുവാറിലും ആണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ് കാണാനുള്ളത്. 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടിരുന്നു. അതിന് താഴെയുള്ള ഭാഗം നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്രോക്കറി ഷെൽഫിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഏരിയ തിരിച്ചിരിക്കുന്നത്. ഒരുപാട് ഡ്രോസും കബോർഡ്സും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വാസ്തുപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് ഒക്കെ വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ പാനലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് മുകളിലും സൈഡിലും ഒക്കെ നല്ല സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എൻട്രൻസിന്റെ ഈ ഭാഗത്തെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല വലിയൊരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. സറൗണ്ടിങ് ഏരിയാസിലും വൈറ്റ് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് അവിടെ 2 ഉണ്ടാവും. ഇവിടെ 2 സിംഗിൾ വിൻഡോസും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഇവിടെയാണ്. പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗുവാറിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന കൗണ്ടർ ടോപ്പിന്റെ അകത്തുള്ള ഭാഗത്ത് നോക്കിയാലും ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് സെക്കൻഡ് കിച്ചണിൽ നമുക്ക് സെപ്പറേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും 3 ലെയറുകളിലായിട്ട് തന്നെയാണ് ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഇവിടെയും നമുക്ക് വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൗകര്യങ്ങൾ ഒന്നും കൂടാതെ നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് വലിയൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്.
സാധാരണ വീടുകളിൽ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്, അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്, സിങ്കും പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. താഴെ നിറയെ സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. മുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് തട്ടുകളായിട്ടാണ് ഇവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലാവിഷ് സ്പേസ് ആണ്, കാരണം ഇത് 6 സെന്റിലും കൂടുതൽ ലാൻഡ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വന്ന വഴികളെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ഭംഗിയുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം ഈ മുകളിലേക്ക് വന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റിയിലേക്കുള്ള ഡോറാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ ചെയ്തിട്ട് ഹാൻഡ് റൈൽസ് എല്ലാം സേഫ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇതുപോലെ ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഹാളിന്റെ റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. LED സ്ട്രിപ്പുകളും പാനലിംഗ് വർക്കുകളും ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ വരുന്നത്. നല്ല സ്പേസ് തന്നെ നമുക്ക് അപ്പർ ലിവിംഗിൽ കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ട് ഈ ഭാഗത്താണ് അറേഞ്ച്മെന്റ് വരുന്നത്. ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡ്സും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ടോട്ടലി നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നമുക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്പേസുകളൊക്കെ കൊടുത്തിട്ട് ആ വരുന്ന ഗ്യാപ്പുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ്സും അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൂടി വരുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലെ ഭംഗിയുള്ള ഡിസൈനിലാണ് വാർഡ്രോബ്സ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇവിടുത്തെ ടൈലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് സെയിം തന്നെയാണ്, ജാഗ്വാറും ചെറിയും തന്നെയാണ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മളുടെ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തുകൂടി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. 16 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കിട്ടുന്നത്. അതിനടുത്തായിട്ട് ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതും നല്ല രീതിയിൽ ഓപ്പൺ കബോർഡുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 സൈഡിലും ഫിക്സഡ് ഗ്ലാസുകളും മിഡിലിൽ നോക്കുവാണെങ്കിൽ ഗ്ലാസ് ഡോറും ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണി സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ മുന്നിലൂടെ പോകുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ഈ ഭാഗം ഹാൻഡ് റൈൽസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടി അടുത്തിപ്പോൾ വിസിബിൾ ആണ്. നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാം. ചെറിയൊരു ബാൽക്കണി തന്നെയാണ്. നമുക്ക് ഈ വീടിന് 2 ബാൽക്കണികൾ അങ്ങനെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അകത്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. റൂഫ് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റിനും നോക്കിയാൽ കാണാം നിറയെ വീടുകളാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പുക്കാട്ടുപടി കിഴക്കമ്പലം റൂട്ടിൽ പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിന് വളരെ അടുത്താണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഏകദേശം ഇതേപോലെയുള്ള 2 വീടുകളുടെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിന് റെഡിയായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. കൂടുതൽ ലാൻഡ് അളവ് വേണ്ടവർക്ക് എന്തുകൊണ്ട് പറ്റിയൊരു ഓപ്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് കളക്ടറേറ്റിലേക്കും ഒക്കെ 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ HMT ജംഗ്ഷൻ, ആലുവ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെറും 9 കിലോമീറ്റർ. ഇടപ്പള്ളിയിലേക്ക് 11ഉം എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ലാൻഡ് അളവിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 6.2 ആണ്. 6.2 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2070 സ്ക്വയർ ഫീറ്റ് ഉണ്ട്.
2070 സ്ക്വയർ ഫീറ്റിനകത്ത് വർക്ക് ഏരിയയും യൂട്ടിലിറ്റി ഏരിയയും ഒന്നും വന്നിട്ടില്ല. അതുകൂടി ഉൾപ്പെടുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് കുറച്ചും കൂടെ കൂടുതലാണ് വരുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളമുണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ വീടിന് ലോൺ വേണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഭംഗിയുള്ള വീടുകൾ പെട്ടെന്ന് സെയിലായി പോകുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ വീഡിയോ കാണാൻ ഡിലേ ആവരുത്. പെട്ടെന്ന് തന്നെ കാണുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് മാർബിൾ ഹോംസ് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.